ഈ ഒരു കോംബോ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? മിക്ക വീടുകളുടെയും രാവിലത്തെ ഫേവറേറ്റ് ഈ ഒരു കോംബോ ആയിരിക്കും അല്ലേ? നമ്മുടെ ഇന്നത്തെ ഹൈലൈറ്റ് കടലയാണ് കേട്ടോ. പുട്ടിനും ചപ്പാത്തിക്കും ചോറിനും എല്ലാം കഴിക്കാൻ കടലക്കറി ബെസ്റ്റാണ്. കൂടാതെ കടല വെറുതെ പുഴുങ്ങിയും കഴിക്കാറുണ്ട്. പ്രോട്ടീൻ, ഫൈബർ എന്നിവയുടെയും കൂടാതെ നിരവധി വിറ്റാമിനുകളുടെയും ധാതുക്കളുടെയും മികച്ച ഉറവിടമാണ് കടല. ഒരു കപ്പ് പുഴുങ്ങിയ കടലയിൽ 15 ഗ്രാം പ്രോട്ടീനും 12.5 ഗ്രാം ഫൈബറും അടങ്ങിയിട്ടുണ്ട്. കൂടാതെ ഫോളേറ്റ്, ഇരുമ്പ്, മഗ്നീഷ്യം, ഫോസ്ഫറസ് തുടങ്ങിയവയും ഇതിൽ ധാരാളമുണ്ട്. ഇവയെല്ലാം തന്നെ ശരീരത്തിന് ആവശ്യമുള്ളത് താനും. കുറഞ്ഞ ഗ്ലൈസീമിഡിക് ഇൻഡെക്സ് ഉള്ളതിനാൽ പ്രമേഹ രോഗികൾക്കും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കേണ്ടവർക്കും മികച്ചൊരു ഓപ്ഷനാണ് കടല. എണ്ണയില്ലാതെ വറുത്തെടുക്കുമ്പോഴും പുഴുങ്ങിയെടുക്കുമ്പോഴും കടലയുടെ കാലറി ഒരേപോലെ തന്നെയാണ് ഉണ്ടാവുക. എന്നാൽ മിതമായ താപനിലയിൽ വറുത്തെടുക്കുന്ന സമയത്ത് ശരീരത്തിലെ ഓക്സിഡേറ്റീവ് സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണങ്ങളുള്ള ഫിനോളിക് സംയുക്തങ്ങളുടെ ലഭ്യത വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്ന് ജേണൽ ഓഫ് ഫുഡ് സയൻസിൽ നടത്തിയ പഠനം കണ്ടെത്തിയിട്ടുണ്ട്. മറ്റൊരു കാര്യം, പുഴുങ്ങുന്ന സമയത്ത് അവയിലെ പ്രതിരോധശേഷിയുള്ള അന്നജത്തിൻ്റെ അളവ് വർദ്ധിക്കുന്നതായിട്ടും കണ്ടെത്തിയിട്ടുണ്ട്. പ്രതിരോധശേഷിയുള്ള അന്നജം നാരുകൾ പോലെ പ്രവർത്തിക്കുന്നു. കുടലിനുള്ളിലെ നല്ല ബാക്ടീരിയകളെ പോഷിപ്പിക്കുകയും ആരോഗ്യകരമായ ദഹന വ്യവസ്ഥയ്ക്ക് സഹായിക്കുകയും ചെയ്യുന്നു. ഇത് കുടലിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും വീക്കം കുറയ്ക്കുകയും ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യും. ഇങ്ങനെ നോക്കുമ്പോൾ മിതമായ അളവിൽ കഴിക്കുകയാണെങ്കിൽ കടല പുഴുങ്ങി കഴിച്ചാലും എണ്ണയില്ലാതെ വറുത്ത് കഴിച്ചാലും ഒരേ ഗുണമാണ് ലഭിക്കുന്നത്. ഇവ രണ്ടും മികച്ച ലഘുഭക്ഷണങ്ങളാണ്. കൂടുതൽ നേരം വിശപ്പിനെ നിയന്ത്രിക്കാൻ ഇവ രണ്ടും സഹായിക്കുകയും ചെയ്യും. ഇത്രയും പോഷകമൂല്യമുള്ള ഈ ഒരു ഐറ്റം നിങ്ങളുടെ ഫുഡിൽ ഉൾപ്പെടുത്താൻ മറക്കണ്ട കേട്ടോ.